മമ്മൂട്ടിയുടെ കളങ്കാവൽ പുറത്തിറങ്ങിയതോടെ ചർച്ചയാകുന്നത് ഈ ചിത്രം സൈനൈഡ് മോഹന്റെ കഥയോ എന്നതാണ്. ആരാണ് ഈ സൈനൈഡ് മോഹൻ? ക്രൂരതയുടെ പര്യായമായിരുന്ന സൈനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ ഇന്ത്യ കണ്ട ഏറ്റവും നിഷ്ഠൂരനായ സീരിയൽ കില്ലർ. വീട്ടിലും നാട്ടിലുമൊക്കെ സൽസ്വഭാവി എന്ന പേരെടുത്ത അധ്യാപകനായിരുന്നു മോഹൻ. എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയതാവട്ടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളും. സ്ത്രീകളെ വശീകരിച്ച് ഇഷ്ടവും വിശ്വാസവും കവർന്നതിനു ശേഷം കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു മോഹന്റെ രീതി. ഇത്തരം ചതിയിൽ വീണതാവട്ടെ 30ഓളം സ്ത്രീകളും. സ്വത്തോ സ്ത്രീയോ ഏതാണ് മോഹനന്റെ യഥാർത്ഥ ബലഹീനതയെന്ന് വേർതിരിക്കുക അസാധ്യം. തെക്കൻ കർണാടകയിലായിരുന്നു മോഹന്റെ ക്രൂരതകൾ അരങ്ങേറിയത്. തന്റെ കെണിയിൽ വീണ ഇരയുമായി ലോഡ്ജിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് പതിവ്. അടുത്ത ദിവസം രാവിലെ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനൈഡ് നൽകി കൊലപ്പെടുത്തും. മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീകളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി. സർക്കാർ ഉദ്യോഗസ്ഥനായി സ്വയം പരിചയപ്പെടുത്തും. സംഭാഷണത്തിലൂടെ അവരുടെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം താനും അതേ സമുദായത്തിൽപ്പെട്ടയാളാണെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുത്തിരുന്നു. യഥാർത്ഥ പേര് ഉപയോഗിക്കാതെയായിരുന്നു ഈ വഞ്ചന. സ്നേഹം നടിച്ച് വശത്താക്കിയ ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടും. 2009 പെട്ടെന്നുണ്ടായ ഒരു വർഗീയ ലഹളയായിരുന്നു സംഭവം വിവാദമാകാൻ കാരണം. മോഹൻ കൊലപ്പെടുത്തിയ അനിതയെ കാണാതായ സംഭവത്തിൽ കേസ് അന്വേഷണം ശരിയായി നടക്കുന്നില്ലെന്ന് ആരോപിച്ച് കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. അനിതയുടെ തിരോധാനത്തിന് പിന്നിലുള്ളവരെ പിടികൂടണമെന്ന്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. 1 മാസത്തിനകം പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പിൽ ഗ്രാമീണർ മടങ്ങിപ്പോയി. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ 2009 ഒക്ടോബർ 21 മോഹൻകുമാർ പോലീസ് പിടിയിലായി. 32 പേരെ കൊന്നതായി മോഹൻ പോലീസിനോട് പറഞ്ഞെങ്കിലും 20 പേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകളും സാക്ഷികളും ഹാജരാക്കാൻ മാത്രമേ പോലീസിന് കഴിഞ്ഞുള്ളൂ. കൊലപാതക കേസിന്റെ വാദം 2013 ഡിസംബർ 21 അവസാനിച്ചു. കോടതി മോഹൻകുമാറിന് വധശിക്ഷ വിധിച്ചു. പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി. ഇപ്പോൾ ഇയാൾ ജയിലിൽ കഴിയുകയാണ്. ഇരകളെ കണ്ടെത്തുന്നതും ഇല്ലാതാക്കുന്നതും ഹരമാക്കിയ മോഹൻ താൻ ചെയ്ത കൊലകളിൽ ഒന്നിൽ പോലും പശ്ചാത്താപിച്ചിട്ടില്ല. ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിൽ എത്തുമ്പോഴും വധശിക്ഷ എന്ന വിധി കേട്ട് പുറത്തിറങ്ങുമ്പോഴും മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. കളങ്കാവൽ സിനിമയ്ക്ക് ഈ കേസുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലെന്ന് നടൻ മമ്മൂട്ടി പ്രതികരിച്ചു. ഇതിലെ കഥാപാത്രം സൈനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ചില യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിച്ചിട്ടുണ്ടാവുമെന്നും മമ്മൂട്ടി പറഞ്ഞു.